ഇന്ന് നമ്മൾ പോകുന്നത് ജീപ്പിലാണ്. ക്യാമ്പിലാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ. താഴോട്ട് പോവുകയാണ് നമ്മുടെ ടെൻറ്റിലോട്ട്. രസകരമായ ഒരു പാർട്ടിക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ടെൻറ്റിനുള്ളിലെ പാൽപുഞ്ചിരി ഏർന്നൊരു സെൽഫി. അപ്പോൾ എല്ലാവർക്കും കൊളുക്കുമല ഹൈഡൗട്ട് പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ സൂചിപ്പിക്കുന്നത് പോലെ നമ്മൾ കൊളുക്കുമലയ്ക്ക് തൊട്ടരികിൽ തന്നെ ഒരു ടെൻറ്റിനുള്ളിൽ നമ്മുടെ രാത്രി മുഴുവൻ ചെലവിട്ടു. രാവിലെ 5:30 മണിയോടുകൂടി നമ്മളെല്ലാവരും എഴുന്നേറ്റ് റെഡിയായി ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ട്രക്കിങ് നടത്തി കൊളുക്കുമലയിലെത്തി. എല്ലാവരും സൂര്യോദയം കാണാനായിട്ട് വെയിറ്റിംഗ് ആണ്. ക്യാമ്പിലുണ്ടായിരുന്നവർ മാത്രമല്ല, രാവിലെ സൂര്യനിലയിൽ നിന്നും ജീപ്പിൽ എത്തിച്ചേർന്ന മറ്റ് സഞ്ചാരികളും മുകളിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെയധികം കാലം കാത്തിരുന്ന ആ ഒരു നിമിഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വീഡിയോയിൽ മാത്രം ഞങ്ങൾ കണ്ടിട്ടുള്ള ക്ലൗഡ് ബെഡ്, അതുപോലെ സൺറൈസ് ഒക്കെ നേരിട്ട് കാണാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എത്ര നേരം കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് ഇത്. ആ കാഴ്ചകളൊന്ന് നമുക്ക് ആസ്വദിക്കാം. പ്രകൃതിയുടെ കരങ്ങളാൽ രൂപപ്പെട്ട പുലിയുടെ മുഖസാദൃശ്യമുള്ള ഒരു കല്ല് അവിടുത്തെ പ്രസിദ്ധമായ ഒരു ഫോട്ടോഗ്രാഫി പോയിന്റ് ആണ്. മനോഹരമായ ചിത്രങ്ങൾ പകർത്തുവാൻ ഞങ്ങൾക്കും കഴിഞ്ഞു. അപ്പം നമ്മൾ കൊളുക്കുമലയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് ക്യാമ്പിലേക്ക് പോവുകയാണ്. നമ്മൾ ട്രെക്ക് ചെയ്ത് കൊളുക്കുമലയിലേക്ക് കയറി വന്ന അതേ വഴിയാണ് നമ്മൾ തിരിച്ച് ക്യാമ്പിലേക്ക് പോകുന്നത്. ഈ ഫോട്ടോസിൽ കാണുന്നത് പോലെ തന്നെ അത്യാവശ്യം സ്ലിപ്പറി ആയിട്ടുള്ളതും റഫായിട്ടുള്ളതുമായിട്ടുള്ള വഴിയിലൂടെയാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. വഴിക്ക് കുറുകെ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നത് നമുക്ക് കാണാം. വഴി മനസ്സിലാക്കുവാനാണെന്ന് തോന്നുന്നു പോകുന്ന റൂട്ടില് ഇടയ്ക്കിടയ്ക്കായി ഇതുപോലെ കല്ല് കോൺക്രീറ്റ് ചെയ്ത് സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. മുൻപ് മൂന്നാർ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു പച്ചപ്പും ഹരിതാപവും മനോഹാരിതയും കുളിർമയും ഒക്കെ അടുത്തു നിന്ന് തൊട്ടറിഞ്ഞത് ഇപ്പോഴാണ്. അങ്ങനെ നമ്മൾ ക്യാമ്പിൽ തിരിച്ചെത്തി. ഈ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. കാലിൽ കണ്ണട്ട കടിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ദ ലീച്ച് വിൽ കിസ് യു ഡീപ്ലി. അങ്ങനെ അവൻ എൻ്റെ ചോര മുഴുവൻ ഊറ്റി കുടിച്ചിട്ടുണ്ട്. അങ്ങനെ അട്ടയൊക്കെ എടുത്തു കളഞ്ഞ് നമ്മളിങ്ങനെ റിലാക്സ് ചെയ്യുമായിരുന്നു നമ്മുടെ ടെൻറ്റിനുള്ളിൽ. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോകുവാൻ റെഡിയായിട്ട് നമ്മുടെ ലഗേജുമൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ക്യാമ്പിൻ്റെ ലിവിങ് ഏരിയയിലെത്തി. നമ്മുടെ ലഗേജ് താഴേക്ക് കൊണ്ടുപോകാനുള്ള ജീപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് സമയം അവിടെ കിട്ടി. ആ സമയം നമ്മൾ മാക്സിമം അവിടുത്തെ കാഴ്ചകൾ കാണുവാനും അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ കാണാൻ പറ്റും. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്. സർഗലയതാളങ്ങൾ തെറ്റുന്നു, ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു. കുറച്ചു സമയം അവിടെ ആ പാട്ട് കേട്ട്
ആ ക്ലൈമറ്റ് ആസ്വദിച്ച് ഞങ്ങൾ അവിടെ അങ്ങനെ ഇരുന്നു. ഈ ചിത്രം കണ്ടോ? ഇതിവിടുത്തെ കെയർടേക്കർ ബ്രോ വരച്ചതാ. അമ്പലപ്രാവായി നീ കുറുകുന്നതും ഇതാണ് ഞാൻ പറഞ്ഞ ആ ചേട്ടൻ. ചേട്ടൻ ബാക്ക്ഗ്രൗണ്ടിൽ കവിതയൊക്കെ ഇട്ട് പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ജാഗർ ഹൈഡൌട്ട് എന്ന ആ ഒരു പേര് അവിടെ ഹൈലൈറ്റ് ചെയ്ത് നല്ല നല്ല ചിത്രങ്ങൾ അതിൻ്റെ കൂടെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡ്രൈവർ വന്നു. നമ്മൾ നമ്മുടെ ലഗേജ് എല്ലാം ജീപ്പിനകത്ത് കയറ്റി. ഇങ്ങോട്ട് നമ്മൾ ജീപ്പിനാണ് വന്നതെങ്കിൽ അങ്ങോട്ട് 7000 അടി ഇറങ്ങുവാൻ പോകുന്നത് നടന്നാണ്. കേൾക്കുമ്പോൾ നമ്മൾക്ക് ആശ്ചര്യം തോന്നുമെങ്കിലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു യാത്രയായിട്ട് ഞാനിതിനെ കാണുന്നു. അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ ഒരു ട്രെക്കിംഗ്. തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ള ആ യാത്രയുടെ മധ്യേ പലപ്പോഴായി നമ്മുടെ മുൻപിൽ നടക്കുന്നവർ അപ്രത്യക്ഷരാകുന്നത് നമുക്ക് കാണാം. മൂടൽമഞ്ഞ് കാരണമാണ് നമുക്കങ്ങനെ അനുഭവപ്പെടുന്നത്. അങ്ങനെ മൂടൽമഞ്ഞിനാൽ മൂടപ്പെട്ട ഒരു സർപ്രൈസിലേക്കാണ് നമ്മൾ പോകുന്നത്. അതെ, അതിമനോഹരമായിട്ടുള്ള ഒരു അരുവി. ആ ഒരു വെള്ളച്ചാട്ടം ഞങ്ങളെ വല്ലാതെ അതിശയിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. യാത്രയിലുടനീളം വളരെ ദുർഘടമേറിയ പാതകളുണ്ടായിരുന്നു. എങ്കിൽ പോലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഇറങ്ങുകയുണ്ടായി. ഇറങ്ങിയാലല്ലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ തേയിലത്തോട്ടത്തിലെ ജോലിക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. പല സിനിമാ രംഗങ്ങളിലും ഇങ്ങനെ ഒരു ബിൽഡിങ് കണ്ടിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ വളരെ നേരത്തെ ഒരു ട്രെക്കിങ്ങിന് ശേഷം സക്സസ്ഫുള്ളി നമ്മൾ താഴെ സൂര്യനെല്ലിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ലഗേജൊക്കെ കളക്ട് ചെയ്ത് പതുക്കെ സൂര്യനെല്ലിയോട് വിട പറയുകയാണ്. വളരെയധികം ആഗ്രഹിച്ച ഒരു യാത്ര നടന്നതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴി യാത്ര ആരംഭിച്ചു. അവിടെ നിന്നും കുറച്ച് മനോഹരമായ ചിത്രങ്ങൾ എടുക്കുവാനായിട്ട് പറ്റി. കൊളുക്കുമല ഹൈഡൌട്ട് എന്ന ഈ ഒരു ട്രാവൽ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസിനായിട്ട് കാത്തിരിക്കുക. അപ്പോൾ അതുവരേക്കും ടാറ്റ ബൈ.